ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സുമീസ് കിച്ചൻ. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു പൂരിയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കുറുമക്കറി ആയിട്ടാണ്. കിഴങ്ങ് കുറുമക്കറി. അപ്പോൾ എത്രയും പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കാം. അതിനായിട്ട് ഞാനൊരു കുക്കർ എടുത്തിട്ടുണ്ട്. ഇതിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് 2 കിഴങ്ങ് നന്നാക്കി ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം വലുപ്പത്തിൽ അരിഞ്ഞിട്ട് കൊടുക്കാം ഇതേപോലെ. പിന്നെ ഇതിലേക്ക് ഒരു സവാള ചതുരത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എരിവിന് വേണ്ടിയിട്ട് മുളക് പൊടി ചേർക്കുന്നില്ല, പച്ചമുളക് മാത്രമാണ് ചേർക്കുന്നത്. അപ്പോൾ എരിവിനനുസരിച്ച് പച്ചമുളക് ഇട്ട് കൊടുക്കാവുന്നതാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേവാനായിട്ട് വെള്ളം ഒഴിക്കണം. ഞാനിവിടെ ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത്. അപ്പോൾ വെള്ളം കുറച്ച് ഒഴിച്ചാൽ മതി. അപ്പോൾ നമുക്ക് കുക്കറിൽ വേവിക്കുന്ന കാരണം കുറച്ച് വെള്ളം ഉപയോഗിച്ചാൽ മതി. ഇനി ഇത് നന്നായി ഒന്ന് മിക്സാക്കി എടുത്തതിന് ശേഷം നമുക്കൊന്ന് ഇത് വേവിച്ചെടുക്കാം. ഒരു 3 വിസിൽ അടുപ്പിച്ചെടുക്കാം. ഇതിപ്പോൾ ഇവിടെ 3 വിസിൽ അടുപ്പിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഉരുളൻകിഴങ്ങ് ഇതേപോലെയാണ് ഇരിക്കുന്നത്. ഇനി നമ്മളൊരു തവി വെച്ച് നന്നായി ഒന്ന് മിക്സാക്കി എടുത്ത് കൊടുക്കണം. അപ്പോൾ നന്നായി ഒന്ന് കുറുമ എന്ന് പറയുമ്പോൾ നമുക്ക് നന്നായി ഒന്ന് കുറുകിയിരിക്കണ്ടേ. അപ്പോൾ അതേപോലെ നന്നായി ഒന്ന് മിക്സാക്കി എടുക്കുക. ഇപ്പോൾ ഇവിടെ നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഇനി തൂമിക്കലോ ഒന്നുമില്ല, പച്ച വെളിച്ചെണ്ണ മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് എത്രയും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഇത് തന്നെയാണ് കേട്ടോ. രാവിലെ തന്നെ നമ്മുടെ പണിത്തിരക്കിന് ഇടയിൽ പെട്ടെന്ന് ഒരു കൂട്ടാനുണ്ടാക്കാൻ നമുക്ക് നേരില്ലെങ്കിൽ നമുക്ക് ഇതേപോലെയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് കൂട്ടാം കേട്ടോ. അപ്പോൾ അതേ ചപ്പാത്തിക്കും പൂരിക്കും ഒക്കെ അടിപൊളി കോമ്പിനേഷൻ ആട്ടോ. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.